എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചു തരുന്ന പോലെ കഴുത്തിലുള്ള കറുത്ത പാടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ? ഇത് കഴുത്തിന്റെ രണ്ട് സൈഡുകളിലും അല്ലെങ്കിൽ കഴുത്തിന്റെ പിൻഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷേ അവിടെ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മുടെ കക്ഷത്തിൽ കാണാം, അല്ലെങ്കിൽ തൊടയെടുക്കുകളിൽ കാണാം, ചിലപ്പോൾ സ്ത്രീകളുടെ സ്ഥലങ്ങളുടെ താഴെ കാണാം. അതായത് കറുത്ത കളറിൽ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന റേസ്ഡ് ആയിട്ടുള്ള കുറച്ചിങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള വെൽവെറ്റ് പോലെ തൊട്ട് കഴിഞ്ഞാൽ തോന്നുന്ന ഒരു കറുത്ത പാട്. എത്ര പേരെ ഇത് ചെളിയാണ് എന്ന് കരുതിയിട്ട് നല്ല സോപ്പും ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകി നോക്കിയിട്ടുണ്ട്? പലരും കരുതിയിരിക്കുന്നത് ഇത് ചെളിയാണ്, ചെളി വൃത്തിയായിട്ട് നമ്മൾ കുളിക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ അടിഞ്ഞ് വൃത്തികേടായതാണ്. അല്ല കേട്ടോ, ഇതിന്റെ പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായി സംശയം തോന്നും, എന്താ അപ്പൊ ഇതിനെ പറ്റിയിട്ട്? ഇതിപ്പോ ഒരു കറുത്ത പാട് അല്ലെ, നമുക്ക് സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ വയസ്സാകുമ്പോഴൊക്കെ വരുന്ന പോലെ ഒരു കറുത്ത അല്ല. ഈ കറുത്ത പാട് കുറച്ച് അപകടകാരിയാണ്. ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഈ കറുത്തപ്പാട് നിങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ട് എന്ന് ശരീരം കാണിച്ചു തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. കാരണം ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പുറമേക്കുള്ള ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ. അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ താഴേക്ക് നോർമലാക്കി കൊണ്ടുവരുന്നതാണ് ഇൻസുലിന്റെ പണി. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? ഇൻസുലിന് വേണ്ടത്ര രീതിയിൽ പണിയെടുക്കാൻ നമ്മുടെ ശരീരത്തിൽ സാധിക്കുന്നില്ല. ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം നമ്മുടെ ശരീരം തന്നെ ഇൻസുലിന് നേരെ പ്രയോഗിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളിൽ നിൽക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തിൻ്റെയൊക്കെ പിൻഗാമിയാണെന്നറിയോ? അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നറിയോ? ഷുഗർ, ഡയബറ്റിസ്, പ്രീ ഡയബറ്റിസ് അഥവാ ഡയബറ്റിസ്, അല്ലെങ്കിൽ PCOD. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഒന്ന് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് പീരീഡ്സിലെ ഇറഗുലാരിറ്റി, അതുപോലെ മുഖത്ത് രോമങ്ങളൊക്കെ വരിക, അങ്ങനെയുള്ള പല പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന PCOD. പിന്നെ വേറെ ചില ഹോർമോണൽ പ്രോബ്ലംസ്, ഇതിൻ്റെയൊക്കെ പുറമേക്കുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആവാം ഈ പറയുന്ന പോലെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊരു സ്കിൻ പ്രോബ്ലം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉരച്ച് കഴുകി അത് കളയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ക്രീം തേച്ചിട്ട് അത് പോകുമെന്ന് വിചാരിച്ചിരിക്കാനോ പാടില്ല. കാരണം ഇതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറിയാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക, കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണം. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം, HbA1c നോക്കണം, പോസ്റ്റ് പ്രാൻഡിയൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷമുള്ള യൂറിൻ ബ്ലഡ് ഷുഗർ നോക്കണം, യൂറിനിൽ ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനുള്ള എല്ലാ ടെസ്റ്റുകളും HbA1c വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ PCOD, ഇപ്പോൾ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ടീനേജിലുള്ള പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ PCOD ഉണ്ടോ എന്ന് നോക്കണം. അവര് ഇത്തരത്തിൽ അവരുടെ മെൻസ്ട്രേഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അവരുടെ സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് അവരുടെ ഓവറീസിൽ എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PCODക്ക് വേറെയും ലക്ഷണങ്ങളുണ്ടല്ലോ, മുഖത്ത് ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരാം, ഒബീസിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ PCODയിൽ സാധാരണ നമ്മൾ കാണാറുള്ളത് ഒബീസിറ്റിയാണ്. അതായത് തടി വെക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവുന്നു, ഇതേ പറഞ്ഞ പോലെ തന്നെ കറുത്ത പാടുകൾ ഉണ്ടാവുന്നു. എന്നാൽ ഷുഗറിൽ നമ്മൾ സാധാരണ എന്താ കാണുക? വെയിറ്റ് ലോസ് ആക്കുകയാണ് അല്ലേ. ഷുഗറിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. വെയിറ്റ് ലോസ് ഉണ്ടാവും, പോളിഫേജിയ, പോളിയൂറിയ, പോളിഡിപ്സിയ, അതായത് ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, പോളിയൂറിയ, അതിനാണ് പോളിയൂറിയ പറയുക. പോളിഡിപ്സിയ പറഞ്ഞാൽ ഭയങ്കര ദാഹം, അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പോളിഫേജിയ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അതിന് കൂടെ തന്നെ കാരണം അറിയാത്ത വെയിറ്റ് ലോസ്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടുവേർഡ്സ് എന്തായിരിക്കും? ഷുഗറിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ തൈറോയിഡ്, അതൊന്നും നമ്മൾ നോക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഈ കറുത്ത പാടുകൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. ഇത് ഏതെങ്കിലും ഒരു, പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളിൽ, ഓക്കെ. അപ്പൊ എന്താ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി നമുക്കൊരു ഡെർമറ്റോളജി ഡോക്ടറൊക്കെ കണ്ടിട്ട് ഇതിന് പല ക്രീമുകളൊക്കെ ഉണ്ട്, ഇതിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട്, ആ ഒരു അതിന്റെ കട്ടി കുറയ്ക്കാനും അതിന്റെ കളർ, ആ ബ്ലാക്ക് കളറിനെ കുറയ്ക്കാനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അതുകൊണ്ട് മാത്രം ഇത് മാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം, എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ, ചില സ്റ്റിറോയിഡ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് വേറെ പല ഹോർമോണൽ ഇംബാലൻസുകളിലും അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണാറുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ ഡയബറ്റീസിലും PCODയിലും മാത്രമല്ല കാണാറുള്ളത്, ഇൻസുലിൻ റെസിസ്റ്റൻസിലും മാത്രമല്ല, വേറെ ചില ഹോർമോണൽ ഇംബാലൻസുകളിലും, അതുപോലെ തന്നെ വളരെ റെയറായിട്ട് ചില ക്യാൻസറുകളിലും ഇത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് റിഡക്ഷനും ഷുഗർ കൺട്രോളും ഒക്കെയാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാം നോക്കിയിട്ട് PCODയുടെ മരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കണം. ഇനി ഞാൻ പറയാൻ വരുന്നത്,
പലരും ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഷുഗർ ലെവൽ നോർമൽ ആണെങ്കിൽ പോലും പലപ്പോഴും ഡോക്ടർമാർ മരുന്ന് കൊടുക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്താ ഇപ്പം എൻ്റെ ഷുഗറൊക്കെ നോർമൽ ആണല്ലോ, പിന്നെ എന്തിനാ ഡോക്ടർ എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് തരുന്നത്? ഇത് ഷുഗറിൻ്റെ മരുന്നല്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ഷുഗറിന് കൊടുക്കുന്ന മരുന്നുകൾ പറഞ്ഞാൽ ധാരാളം ടൈപ്പ് മരുന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം മരുന്നുകളും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഷുഗർ ലെവൽ നോർമൽ ആണെങ്കിൽ പോലും അത് ഭാവിയിൽ ഉയരാതിരിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനും വേണ്ടി പ്രിവെന്റീവായിട്ടും നമ്മൾ പല ഇപ്പോൾ ഗ്ലൈസിഫേജ് പോലെയുള്ള പല മരുന്നുകളും, നിങ്ങളെ ഷുഗറിനുള്ള മരുന്ന് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ചില മരുന്നുകൾ നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളിൽ, ഇത്തരത്തിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഉള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള രോഗികളിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന കറുത്ത പാടുകാരനെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. ആര് കണ്ടാലും ഉടൻ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട്, ഒരു നോർമൽ ഫിസിഷ്യനെ പോയി കണ്ട് അതിൻ്റെ കാരണങ്ങൾ, ഈ പറയുന്ന പ്രൈമറി ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കി ഇതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് PCOD വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവാം, ഡയബറ്റീസിലേക്ക് പോവാം, അങ്ങനെ പല 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 പ്രശ്നങ്ങളിലേക്ക് പോവാം. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, ബൈ.